മലയാള സർവകലാശാല താൽക്കാലികമായി അടച്ചിടും. വനിതാ ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ നിന്ന് വിഷബാധ ഉണ്ടായതിനെ തുടർന്നാണ് നടപടി. ഇന്ന് തന്നെ ഹോസ്റ്റൽ ഒഴിയാൻ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശാന്തകുമാർ വളലത്തുണ്ട്. ശാന്തകുമാർ, വിവരങ്ങൾ. 2 ദിവസം മുമ്പാണ് വനിതാ ഹോസ്റ്റലിലെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയും അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഈ കഴിച്ച ഭക്ഷണം പരിശോധിച്ചത്. ഫുഡ് സേഫ്റ്റി കമ്മീഷനാണ് പരിശോധിച്ചത്. തുടർന്ന് അതിനകത്ത് ക്രമക്കേട് ഉണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയത്. തുടർന്നാണ് നടത്തിയ പരിശോധനയിൽ ഈ ക്യാൻറ്റീനുകൾ 2 ക്യാൻറ്റീനുകളാണ് മലയാള സർവകലാശാലയിലുള്ളത്. വനിതാ ഹോസ്റ്റലിലും അതുപോലെ തന്നെ ജെൻസ് ഹോസ്റ്റലിലും. ഈ 2 ഹോസ്റ്റലിലെ ക്യാൻറ്റീനുകൾക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസോ മറ്റ് നിയമപരമായ നടപടിക്രമങ്ങളോ ഒന്നും പാലിക്കാതെയാണ് നടത്തുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 ക്യാൻറ്റീനുകളും അടച്ചിടാൻ രജിസ്ട്രാർ നിർദ്ദേശം നൽകുകയായിരുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികളോട് ഡിഗ്രി അതുപോലെ തന്നെ PG വിദ്യാർത്ഥികളോട് ഉൾപ്പെടെ മുഴുവൻ വിദ്യാർത്ഥികളോടും ഇന്ന് തന്നെ ഹോസ്റ്റൽ ഒഴിയാനും ക്ലാസുകൾ ഒരു അറിയിപ്പുണ്ടാകുന്നവരെ ക്ലാസുകൾ ഉണ്ടാവില്ല എന്നുമാണ് ഇപ്പോൾ രജിസ്ട്രാർ അറിയിച്ചിരിക്കുന്നത്. താൽക്കാലികമായി തിരൂർ തുഞ്ചൻ മലയാളം സർവകലാശാല അടച്ചിട്ടിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാകുന്നത്. ശരി ശാന്തകുമാർ.